ബസ് നമ്പർ 5032 BPK അടിമാലി ശാന്തപാറ നെല്ലിയാമ്പതി രാജാക്കാട് വഴി സൂര്യ നെല്ലിവിടുന്നതിന് പുറപ്പെടുന്നു. ബസ് നമ്പർ 7022 ചാലക്കുടി അങ്കമാലി കാലടി ചൊവ്വരപ്പുറങ്ങ ശ്രീമൂല നഗരം വഴി തൃശൂർ പുറപ്പെടുന്ന വണ്ടി ഉടനെ പുറപ്പെടുന്നതാണ്. ഈ ബസ് ഉടനെ എങ്ങനെ പോവോ? ഇവിടെ ഒരാൾ കൂടെ കയറിയ പോകുന്നു പറഞ്ഞില്ലേ? ഇത് കുറെ നേരമായാലും പറയുന്നത്, ഞങ്ങൾ ഇത്രയും പേര് കയറില്ല, എന്നിട്ട് പോയിക്കൂടെ? ഇവിടെ ഒരാളെന്ന് പറഞ്ഞ ഡ്രൈവറാ. ഡ്രൈവറില്ലാതെ പിന്നെ ഞാൻ വണ്ടി ഓടിക്കണോ? ഇയാൾ എവിടെ പോകുന്നത്? ഒരു കൊല്ലം. ഒരു കൊല്ലം. ഇവിടെ ഒരു കൊല്ലം. ഒരു കൊല്ലം. ഇവിടെ 6 മാസം. അയ്യോ അതല്ല, കുട്ടി എങ്ങോട്ടാ പോകുന്നേ? അയ്യോ ഞാൻ കൊല്ലത്തേക്ക്. കൊല്ലത്തേക്കാണല്ലേ? തനിച്ചേ ഉള്ളൂ. ഇവിടെ താൻ എന്ത് വൃത്തിയാണ് കാണിക്കണേ? എന്താ ബസ്സിനകത്താണോ ഡ്രിങ്ക്സ് അടിച്ച് കയറുന്നത്? അല്ല മിസ്റ്റർ, എങ്ങനെ ഡ്രിങ്കണം എങ്ങനെ ഡ്രിങ്ക് ഉണ്ടാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എന്നെ കൂടുതൽ ഡ്രിങ്കിക്കല്ലേ, ഞാൻ കുറെ ഡ്രിങ്ക് ഇട്ടുള്ള ആളാണ്. ഒരു ഡ്രിങ്കും വന്നിരിക്കുന്നു. മുന്നേ ഡ്രിങ്കോ. എടോ, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അത് ആരോഗ്യമുള്ളവർക്ക്, ഇല്ലാത്തവർക്കും അത് വിഷയമില്ലെന്നേ. അതിനോട്ട് പ്രോബ്ലം. ഓക്കെ. എടോ, മദ്യം വിഷമാണ്, അതിൽ മീതേൽ ആൽക്കഹോൾ ഉണ്ട്. ഏതായാലും എടോ, മദ്യത്തിൽ മീതേൽ ആൽക്കഹോൾ ഉണ്ടെന്ന്. നമ്മുടെ പയ്യന കൊച്ചു പയ്യനവൻ, അവനെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ വന്നിരിക്കുക. മുന്നേ നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ കീഴെയുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല കേട്ടോ. ഒന്ന് പോടുക. എന്ത് ചെയ്യാനാണെന്ന് പയ്യൻ പെൺകാരന, തലയ്ക്കകത്തൊരു കിഡ്നി പോലും ഇല്ല. ഒരു പാട്ട വണ്ടി ഉണ്ട്, ആവശ്യമില്ലാത്ത കുറെ നിയമങ്ങളും. കയ്യും തലയും പുറത്തിടരുതേ. അത് ശരിയാ, കയ്യും തലയും പുറത്തിട്ട് കഴിഞ്ഞാൽ കടം കൊടുക്കാനുള്ള കണ്ടാൽ പിടിച്ചോണ്ട് പോകും. നമ്മൾ സൗജന്യ യാത്ര പാടില്ല. നമുക്ക് 6 ഓസ് വേണ്ടേ, നമ്മളെങ്ങനെ ജീവിച്ചോളാം. സ്ത്രീകളുടെ സീറ്റ് ഇരിക്കാൻ പാടില്ല. ശരി. എന്താടാ എന്താടി കണ്ടോ കണ്ടോ, കൂടുതൽ നമ്പർ ഇറക്കല്ലേ. പുകവലി പാടില്ല. സാറിങ്ങ് വന്നേ. ഓ എന്താടോ? ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നോട്ട് വല്ല കുഴപ്പമുണ്ട്? ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ എനിക്കെന്താ കുഴപ്പം? അല്ല, ഇവിടെ കുറെ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അത് നിയമമാണെന്ന് അറിയാൻ വേണ്ടി. ഹലോ. ആഹാ, അവിടെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു മൊബൈൽ പോലും ഇല്ലാത്ത എനിക്ക് ഇതിനു മാത്രം മണി കൊടുക്കുന്നതാണ്. ആ ചേട്ടനാണോ? ചേട്ടൻ ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ കേട്ടോ. ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്തോ? ആ അതെ, ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്താ മതി. ഓക്കെ ചേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ഓക്കെ ഓക്കെ. സെറ്റപ്പ് മാറിപ്പോയി. നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പില്ല. ഇപ്പൊ കുട്ടിക്ക് പാല് കൊടുക്കണ ചേട്ടനാ. എൻ്റെ പൊന്നു മക്കളെ, കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോളെ. നമ്മൾ ചെയ്യാത്ത പല പരിപാടി നമ്മൾ ചെയ്യേണ്ടി വരും.